ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ദൈവവിശ്വാസിയല്ലാന്ന്. ആ സത്യാണോ? സത്യമാണ്. ഇന്റർവ്യൂവിൽ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ചുമ്മാ. പറ. എന്നാലും സലീമേട്ടൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട്, അതായത് ഇനി കാണണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മോദിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. നരേന്ദ്രമോദിനെ. അതെ, രാഹുൽ ഗാന്ധിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ മോദിജീനെ കണ്ട ഇപ്പൊ പെട്ടെന്ന് എന്ത് പറയും സലീമേട്ടൻ? ഹലോ, ഇരിക്കൂ, നിക്കല്ലേ. ദ്വയാർത്ഥം നിറയുന്ന ഇന്നത്തെ കോമഡി സീക്വൻസസ് കൊറേയൊക്കെ ആവശ്യമാണത്. ആവശ്യമാണ്. കൊറേയൊക്കെ ആവശ്യമാണ്. അത് വൾഗറാവാതിരുന്നാ മതി. കഴിവുണ്ടായിട്ടും അവഗണിക്കപ്പെടുന്ന നടന്മാരുണ്ടോ മലയാളത്തില്? ഇല്ല. അതെന്തോ അത് എന്താ എന്തെങ്കിലും കഴിവുണ്ടാവും ഇനി. സലീമേട്ടൻ എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാതെ നിൽക്കുന്നതാണോ അതോ സലീമേട്ടൻ ഇഷ്ടക്കുറവുണ്ടോ? എനിക്കൊരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്, നമുക്കത് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ആണ് അത് കുറച്ച് എന്തെങ്കിലും ഒരു ഫേക്ക് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു റിയലിസ്റ്റിക് ആയി തോന്നാത്തത് കൊണ്ടാണ്. സലീമേട്ടന്റെ ഒരു ഇതുണ്ടോ, സ്വഭാവമുണ്ടോ നമ്മൾ ഇതുവരെ അറിയാത്ത, പുറലോകം അറിയാത്ത സലീമേട്ടൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്വഭാവമുണ്ട്? അത് അടുത്ത എപ്പിസോഡിൽ. ചക്കരപ്പന്തലിൽ തേൻമഴ ചോരിയും ചക്രവർത്തി കുമാരാ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അച്ഛൻ ഇറങ്ങാത്ത വീടുമായിട്ട് റിലേറ്റ് ചെയ്ത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. സലീമേട്ടൻ എന്താ എൻ്റെ പപ്പ തന്നെയാണ്. ഞാൻ എപ്പോഴും എന്താ പറയുക, എൻ്റെ അച്ഛൻ്റെ സ്ഥാനം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് സലീമേട്ടൻ. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കണം, ഒരുപാട് ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കണം. ഇപ്പം കുറച്ച് അവശതയൊക്കെയാണ്, വയ്യായികയൊക്കെ ഉണ്ട്, പക്ഷെ പപ്പ വീണ്ടും നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരിക. അപ്പോൾ മുക്ത ഈ പറഞ്ഞതുപോലെ, മുക്ത എനിക്ക് തോന്നുന്നു അച്ഛനുറങ്ങാത്ത വീട്ടിലെ മകളായിട്ട് അഭിനയിക്കുന്നത് 8ലും 9ലും എങ്ങാണ്ട് പഠിക്കുകയാണ്. കേറിയത്. അതുകൊണ്ട് ഒരു അച്ഛൻ മകൾ ബന്ധം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും മക്കളാണ്. എന്തായാലും ഒരു കുഞ്ഞു ഗസ്റ്റ് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് സലീമേട്ടനെ. വായോ, എന്തേ ആളെന്തേ മിടിക്കെന്തേ? ഒരു പാട്ടുകാരിയാണ്, ഞങ്ങളുടെ ഒരു വൈറൽ സിംഗർ കൂടിയാണ്. വായോ, മേധ മെഹർ ആണ്. വായോ, ധൈര്യമായിട്ട് വന്നോ. മേധ സുഖമായിട്ടിരിക്കുന്നോ? നല്ല ഡ്രസ്സാണ് കേട്ടോ മേധയുടെ. ആണ് നല്ല ബോയൊക്കെ വെച്ച് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പാട്ട് പാടി തരുമോ? എന്റെ ഒരു സാധനം അച്ഛൻ്റെ കയ്യിലായി പോയി. വാങ്ങിച്ചോ. അച്ഛൻ്റെ കയ്യിൽ ഏതാ സാധനം? കൊടുത്തോ. വെറുതെ അല്ല, സ്റ്റൈല് കണ്ടോ? മൈക്ക് അങ്ങ് അടുപ്പിച്ച് വെച്ച് സംസാരിക്കോ. ഇപ്പൊ ഇത് ഉറങ്ങുമ്പോ എപ്പോ എന്റെ ബെഡ്റൂമിൽ തന്നെ എടുത്തു വെക്കും. ആണോ? ഓക്കെ. ദേ അങ്കിളിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടി കൊടുക്കുവോ? വൈറൽ സിംഗർ ആണേ, സലീമേട്ടന് വേണ്ടി ഒരു പാട്ടൊക്കെ ഒന്ന് പാടാനായിട്ട്. ഒരു പാട്ട് പാടി നമുക്കൊന്ന് കാണാവോ? കണ്ണാടിയൊക്കെ വെച്ചോ? ഞാൻ വെച്ചാ മതിയോ? അല്ലെങ്കിൽ ഞാൻ വെക്കും. പിന്നെ വെച്ചോ, ആദ്യം തന്നെ സൂപ്പറായിട്ട് വെച്ചോ. കൊള്ളാലോ. എങ്ങനെയുണ്ട് സലീമേട്ടാ? കാണിച്ചു പാട്ട് പാടിക്കോ. ചക്കരപ്പന്തലിൽ തേൻമഴ ചോരിയും ചക്രവർത്തി കുമാരാ, നിന്മനോരാജ്യത്ത് രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻമഴ ചോരിയും ചക്രവർത്തി കുമാരാ. വാവ്, ഈ ആറ്റിറ്റ്യൂഡിന് പറ്റിയ പാട്ട് കേട്ടോടാ. ഞാൻ ആരും ഇങ്ങനെ ഈ പാട്ട് പാടി കേട്ടിട്ടേ ഇല്ല. ഞാൻ പുതിയ നമ്മുടെ കാവാലയെ പാടുന്ന പ്രതീക്ഷയായിരുന്നു ഇരുന്നേ. എന്താ ചോദിക്കാനുള്ളത് സലീം അങ്കിളിനോട്? മൈക്കില്
എന്താണ് ചോദിക്കാനുള്ളത്? ആ പേടിക്കണ്ട, ധൈര്യമായിട്ട് ചോദിച്ചോ. ആ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചോട്ടെ, ആലോചിക്കണം. കുട്ടി ഒന്ന് ആലോചിച്ചോട്ടെ. നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനാണ് സലീം അങ്കിള്. അറിയാം. അറിയാം. നമുക്കറിയാം. നമുക്ക് എന്ത് നമ്മളെ ചോദിക്കണം ആലോചിക്കണം അവള്. ആ ഇങ്ങനെ നേരിട്ട് പെട്ടെന്ന് കണ്ടപ്പോഴേ സലീം അങ്കിളിനെ അതാണ്. ഓ കേട്ടോ, ഇതാണ് ന്യൂ ജനറേഷൻ കേട്ടോ. ആ ഇതൊക്കെയാണ് ന്യൂ ജൻ. യോ, എന്തിനെ പറ്റിയാ മോള് ചോദിക്കുന്ന? സിനിമ, സാമ്പത്തികം, സംസ്കാരം, അങ്ങനെ എന്തെങ്കിലും? റെഡിയായി 5 സെക്കൻഡ്. ഓക്കെ. അങ്കിൾ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ദൈവവിശ്വാസിയല്ലാന്ന്. ആ, സത്യാണോ? സത്യമാണ്. സത്യാണെന്ന് അത് ഒരാള് വിശ്വസിപ്പിച്ചതാണോ? എന്തോ ഒരാള് വിശ്വസിപ്പിച്ചതാണോ? വിശ്വസിപ്പിച്ചതാണോ ആൾക്കാര്? ആളുകൾ വിശ്വസിപ്പിച്ചതാണെന്നോ? അല്ല, എനിക്ക് സ്വയം വിശ്വാസം വന്നാണ്. ഞാൻ ഇന്റർവ്യൂല് അതല്ല പറഞ്ഞു. പറഞ്ഞിരുന്നു ഞാൻ. എന്തിനു? ഭയങ്കര രസം കേട്ടോ. ആ. ഭൗതികമായിട്ടുള്ള വേറെ തലത്തിലേക്ക് അതെ, പോവാണ് കാര്യം. തലത്തിലേക്ക് പോയിട്ട് അവൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുക. വേറെ തരത്തിൽ സംസാരിച്ചോളാം. എന്താടാ? വേറെ വേറെ തരത്തിൽ സംസാരിക്കാമെന്ന്. ആറ്റിറ്റ്യൂഡ് കണ്ടോ സലീമേട്ടാ? പിന്നെ എന്തുകൊണ്ടാ ഇന്റർവ്യൂല് അങ്ങനെ പറഞ്ഞത്? ചുമ്മാ പറഞ്ഞത്. എൻ്റെ ഒരു വിശ്വാസം അതല്ലേ എല്ലാം. ആ, ഇനി വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? ഇന്റർവ്യൂല് എന്തിനാ അങ്ങനെ പറഞ്ഞത്? ചുമ്മാ. പറ. സലീമേട്ടാ, ഇന്റർവ്യൂ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് എന്നോടൊരാൾ ചോദിച്ചു ദൈവവിശ്വാസം ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. അവിടെ തീർന്നോ കച്ചവടം. അപ്പൊ ഇന്റർവ്യൂല് എന്തിനാ അങ്ങനെ പറഞ്ഞെന്നാണോ? എന്താ നിന്റെ പ്രശ്നം? എന്താ പറഞ്ഞു? ധൈര്യമായിട്ട് പറഞ്ഞോ, ചേച്ചിയോട് പറഞ്ഞോ. ഒരു പ്രശ്നമില്ല. ആ, ഒരു പ്രശ്നമില്ല. ആ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്കിളിന്റെ ആന്റി ഇവിടെയുണ്ട്. ആന്റിനോടൊന്നും ചോദിക്കണ്ട. വൈഫ്. ആന്റിനോടൊന്നും ചോദിക്കണ്ട. ആന്റിനോട് ചോട്ടെ. ആരാ? വൈഫ് ദേ സുനിത ആന്റി ഉണ്ട്. അമ്മ, അതായത് ചന്തുവിന്റെയൊക്കെ അമ്മ ഇവിടെയുണ്ട്. സുനിത ആന്റി ഒന്ന് ടാറ്റ കാണിക്കോ മോളൊന്ന്. ആ, സലീമേട്ടന്റെ വൈഫ്, ഭാര്യ. കണ്ടോ, ഭയങ്കര സ്വീറ്റ് ഒരു ആന്റിയാണ്. സലീമേട്ടാ, എനിക്ക് തോന്നുന്നു സലീമേട്ടന്റെ ഏറ്റവും വലിയൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് സുനിത ചേച്ചി ആയിട്ടാണ് അല്ലേ? ആ. അയ്യോ ചേച്ചി, അപ്പൊ ആന്റിക്കും അങ്കിളിനും വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യോ മോള്? ഒരു പാട്ട് പാടുന്നു നീ. ആ. പൂന്തേനരുവേ പൊന്മുടി പുഴയുടെ അനുജത്തേ നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവേ. അടിപൊളി. ഒരു വലിയ അടിപൊളി. കൈയടി കൊടുക്കാം മേധയ്ക്ക്. ഈ ഒരു ചെറിയ പ്രായത്തിൽ എന്താണ് ഈ പഴയ പാട്ടുകളാണോ മോൾക്ക് ഇഷ്ടം? വിചാരിക്കുന്നുണ്ടോ എന്താ ആക്കുന്നതെന്ന്? ആന്റി ഇങ്ങനെ ആക്കുന്നതോ? എന്താന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാ അത് എന്തുകൊണ്ടാക്കുന്നേ? ആ. ഇപ്പൊ ഇതുവരെ വിചാരിച്ചില്ല, വേണമെങ്കിൽ വിചാരിക്കാം. എന്തുകൊണ്ടാക്കുന്നേ? ദശമുണ്ട് അതല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ആക്കുന്നാന്ന് വിചാരിക്കരുതേ. ഇല്ല, ഒരു കുഴപ്പമില്ല. ചേച്ചിക്ക് ഇഷ്ടമായി. നീ ഇന്നത്തെ കാലത്തിന്റെ ആളാണ്. കൊള്ളാം, അടിപൊളി കേട്ടോ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, അടിപൊളി. കൈയടി കൊടുക്കാം. സൂപ്പർ. ഓക്കെ, അച്ഛൻ എന്തിയേ? ആണോ? അപ്പോ അച്ഛന് വലിയൊരു കൈയടി കൊടുക്കുകയാണ്. മേധ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പാട്ടൊക്കെ കൊള്ളായിരുന്നു. അങ്കിളിന് ആന്റിക്കൊക്കെ ഇഷ്ടമായി. ഭയങ്കര വൈറൽ സിംഗർ ആണ് ഞങ്ങളുടെ. പഴയ പാട്ടുകളൊക്കെ പാടും കേട്ടാ ഈ ഒരു പ്രായത്തില്. ദായോടാ. താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു. സലീമേട്ട, ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇന്ന് സ്വന്തം സലീം കുമാർ എന്ന ഈ ഷോയുമായിട്ട് ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സലീമേട്ടൻ്റെ ഒരു വലിയ യാത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ തമിഴ് സിനിമകളൊക്കെ സലീമേട്ടൻ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്നൊക്കെ അറിയാം. തമിഴിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കാണുന്ന ആരുടെ പടമാണ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? രജനീകാന്ത്, വിജയ് ഉണ്ട്, അജിത്ത് ഉണ്ട്, കമൽഹാസൻ. കമൽ സാറിന്റെ ആരാധകനാണെന്ന് തോന്നുന്നല്ലേ?
അദ്ദേഹത്തിന്റെ ഏറ്റവും അത്ഭുതം തോന്നി അത്ഭുതപ്പെടുത്തിയ ഒരു പടം? എല്ലാ പടങ്ങളും എല്ലാ പടങ്ങളും. എല്ലാ പടങ്ങളും. എന്നാലും സലീമേട്ടൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട്, അതായത് ഇനി കാണണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ഒരുപാട് പേരില്ലേ, ലോകത്ത് ഒരുപാട് പേരുണ്ട് ആ. കാണണമെന്ന് ആഗ്രഹമുള്ളൂ. ഒരാളെ പറയാവോ അങ്ങനെ ഇന്ത്യയിൽ ഉള്ള ആരെങ്കിലും ആണോ? ആരെയാണ് ഇനി കാണണമെന്നുള്ള എങ്ങനെയാണ് കാണാൻ ആഗ്രഹം തോന്നുന്നത്? കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ മോദിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. നരേന്ദ്രമോദിനെ. അതെ, രാഹുൽ ഗാന്ധിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ മോദിജിനെ കണ്ട ഇപ്പൊ പെട്ടെന്ന് എന്ത് പറയും സലീമേട്ടൻ? മോദിജി ഇതേ നേരിട്ട് വന്ന് നിൽക്കാണ്, ആ, ഫസ്റ്റ് പറയുന്ന കാര്യം ഹലോ ഇരിക്കൂ, നിക്കല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. ആ, ഇരിക്കുക. അല്ലേ, പുള്ളി എത്ര നേരം പുള്ളി നിർത്തും? നമ്മള് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാ, ഇരുന്ന് ആണ്, ചായ കുടിക്കാൻ പറയും, ചായ കുടിക്കുമെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കും. ആ. ഇനി ഒരു 5 പോയിന്റിലൂടെ നമ്മുടെ ഇന്നത്തെ സലീമേട്ടന്റെ ഈ ഒരു ഷോ തന്നെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സലീമേട്ട 5 പോയിന്റ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആണ് സലീമേട്ട, സിനിമയ്ക്കകത്തെ രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ അതിൽ സലീമേട്ടൻ അവർക്ക് രാഷ്ട്രീയമുണ്ട്. ഉണ്ട്. ഉണ്ട്. എങ്ങനെ അത് അത്ര കൃത്യമായിട്ട് സലീമേട്ടൻ അത് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് തെളിവല്ലേ. ഇപ്പൊ എത്രയോ പേര് രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് സിനിമയിലുണ്ട്. ആ, അങ്ങനെയല്ല, ഒരു പൊളിറ്റിക്സ്, ഒരു ഇന്നർ പൊളിറ്റിക്സ് സിനിമയ്ക്കകത്ത് വർക്ക്ഔട്ട് ആവുന്നു ഇങ്ങനെ പലരും ഇങ്ങനെ കമന്റ് ചെയ്യുന്ന കാണാം. അങ്ങനെ എന്തെങ്കിലും സലീമേട്ടന് തോന്നിയിട്ടുണ്ടോ? അതിന്റെ പ്രവർത്തകർ കൂടിയിട്ട് ഒരു ഒരു സിനിമ അകത്തൊരു രാഷ്ട്രീയ കക്ഷികളുടെ അതിപ്രസരം ഉണ്ടാകുന്നോ? സിനിമക്കുള്ളിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമില്ലാണ്ട് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. സാധാരണ ഒരാളിലും വരെ രാഷ്ട്രീയമാണ്. Done. ഇനി സൂപ്പർ സ്റ്റാർ ഇല്ലാതെ വിജയിക്കുന്ന മലയാള ചിത്രങ്ങൾ വിജയിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. എപ്പോഴും വിജയിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല. ആദ്യകാല സിനിമയുടെ ചരിത്രം തുടങ്ങി സൂപ്പർ സ്റ്റാർ ഇല്ലാത്ത സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുള്ള ചിത്രങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, സൂപ്പർ സ്റ്റാറുള്ള ചിത്രങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു പ്രത്യേകത ഒന്നുമില്ല അതിനകത്ത്. കഴിവുണ്ടായിട്ടും അവഗണിക്കപ്പെടുന്ന നടന്മാരുണ്ടോ മലയാളത്തില്? ഇല്ല. അതെന്തോ, അത് എന്താ എന്തെങ്കിലും കഴിവുറവുണ്ടാവും അവന്. കഴിവുണ്ടെങ്കിൽ അവൻ അവഗണിക്കപ്പെടില്ല. കേറി വന്നിരിക്കും. അവനെ തല്ലി കൊന്നാലും അവൻ പോവില്ല. എന്തെങ്കിലും കുഴപ്പം എന്റെ പേരിലുണ്ട്. ആണ്. ഇനി ദ്വയാർത്ഥം നിറയുന്ന ഇന്നത്തെ കോമഡി സീക്വൻസസ് കൊറേയൊക്കെ ആവശ്യമാണത്. ആവശ്യമാണ്. കൊറേയൊക്കെ ആവശ്യമാണ്. അത് വൾഗറാവാതിരുന്നാ മതി. പിന്നെ റിയാലിറ്റി ഷോസ് ആൻഡ് പ്രതിഭകളും ഇതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് വന്ന പ്രതിഭകൾ വളരെ ചുരുങ്ങിയ സമയമാണ് അവരുടെ ലൈഫ് സ്പാൻ കാണുന്നത്. ആളിക്കത്തുന്ന അണഞ്ഞു പോകുക എന്നുള്ള സംഭവം. ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് വന്നിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അതെന്തായിരിക്കും കേട്ടോ അവർക്ക് അത് അങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റാത്തതിന്റെ റീസൺ ആയിട്ട് സലീമേട്ടന് തോന്നുന്നത് എന്തായിരിക്കും? കാരണം കണ്ടെത്തിയിരിക്കുന്നു. ഞാനതിനൊരു ഉത്തരം കണ്ടെത്താൻ യോഗ്യനല്ല. എന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പലപ്പോഴും ആയോഗ്യരുണ്ട്. 1 കൊല്ലം 2 കൊല്ലത്തിൽ കൂടുതൽ, 1 കൊല്ലമൊക്കെയാണ് മാക്സിമം അവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇന്നത്തെ ഷോയിൽ ഞങ്ങൾ വരും എന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ തിരക്കുകൾ മൂലം മാത്രം, ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത തിരക്കുകൾ മൂലം വരാൻ പറ്റാത്ത ഒരാളാണ് ഡയാന സിൽവെസ്റ്റർ. കാരണം ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. സിനിമയിലാണെങ്കിലും കോമിക്കോള, കോമഡി സ്റ്റാർസ് തുടങ്ങി ഞങ്ങളുടെ മെയിൻ ചാനൽ ഏറ്റവും വലിയൊരു സാന്നിധ്യം തന്നെയായിരുന്നു സലീമേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയാന സിൽവെസ്റ്റർ, ആ ഒരു പേരൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു? ചാനൽ ടൈം, എനി റിമെമ്പറൻസ്? ഡയാന ഒരു എപ്പിക്കാണ്. കാരണം മലയാള സിനിമ ടെലിവിഷനിൽ ഒരു സ്ത്രീ സാന്നിധ്യം, അതൊരു കോമഡി പ്രോഗ്രാമുകൾ ചെയ്ത് സിനിമാലാന്തര പരിപാടികൾ, അതായത് 1000ഓളം എപ്പിസോഡുകൾ അവർ ചെയ്തു. അതായത് അവരുടേതായ ഒരു സിഗ്നേച്ചർ കേരളത്തിന് കൊടുത്തൊരു സ്ത്രീയാണ്. മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ള, എപ്പോഴും സിനിമാക്കാരിപ്പം സോഷ്യലി എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നവരാണ്, ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ്. അവർ സംസാരിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചേ സംസാരിക്കാവൂ എന്ന് പറയുന്നോട് സലീമേട്ടൻ യോജിക്കുന്നുണ്ടോ? സലീമേട്ടൻ നീ വളരെ സൂക്ഷിച്ചാണോ സംസാരിക്കാറുള്ളത്? അല്ല, സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കലല്ല സൂക്ഷിക്കലെന്ന് വെച്ചാൽ. ഒഴിഞ്ഞു മാറലുമില്ല. വേണ്ടാത്ത സ്ഥലത്ത് കയറി പിടിക്കാതിരുന്നാൽ മതി. പിന്നെ സലീമേട്ട ഇപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെയാണ് നമ്മൾ വാട്സപ്പ് ചെയ്ത് ചേച്ചീനെയാണ് ഞങ്ങൾ കൂടുതലും കോൺടാക്ട്. സലീമേട്ട എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാതെ നിൽക്കുന്നതാണോ അതോ സലീമേട്ട ഇഷ്ടക്കുറവുണ്ടോ? എനിക്കൊരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്. നമുക്കത് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ആണ് അത് കുറച്ച് എന്തെങ്കിലും ഒരു ഫേക്ക് ആണ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു റിയലിസ്റ്റിക് ആയി തോന്നാത്തത് കൊണ്ടാണ് ഒരുപാട് കുഴപ്പങ്ങളുള്ള ഏരിയ പോലെ തോന്നുന്നു സോഷ്യൽ മീഡിയ. അതെ അതെ, ഒരുപാട് കുഴപ്പങ്ങളുള്ള ഏരിയ തോന്നുന്നു. ഞാൻ ഫോൺ പോലും എടുക്കാറില്ല, എൻ്റെ വൈഫിൻ്റെ കയ്യിലേക്കുള്ള ഫോൺ. അല്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ലാതെ വരിക. താരം ഓരോ സംഭവങ്ങളൊക്കെ അപ്പോൾ നീ എൻ്റെ വീട്ടിൽ വന്നു, അപ്പോൾ മീര സലിംകുമാറിൻ്റെ വീട്ടിലെത്തി, ആ കാഴ്ച കണ്ട് താരം ഞെട്ടി. അങ്ങനെ അതിലൊക്കെ ഒരു ചോദ്യചിഹ്നം ഇട്ടിട്ട് എന്ത് കാര്യത്തിലും അല്ല ഏട്ടാ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഗർഭമായിക്കോട്ടെ, വിവാഹം വേർപ്പെടുത്തലുകൾ, ഇതാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം വളരെ പേഴ്സണൽ ലൈഫ് എല്ലാവരും എക്സ്പോസ് ചെയ്താണ് കാണിക്കുന്നത്. അതിനോട് സലീമേട്ടന് യോജിപ്പുണ്ടോ? കാരണം ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത് ഒരുപാട് വ്യൂവർഷിപ്പ് കൂട്ടും. എന്തിന്, എന്താവശ്യത്തിന്? അയാൾക്ക് എന്ത് ലാഭമുണ്ട്? ഒരാളുടെ മരണം ആഘോഷിച്ചിട്ട് എന്ത് ലാഭമുണ്ട്? മനസ്സിലായി. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഫേക്ക് സമ്പ്രദായത്തിനോട് വലിയ താല്പര്യമില്ല. എന്തിനാണ് അതല്ലേ? പക്ഷെ ഇത് പറഞ്ഞാലൊന്നും മാറാൻ പോകില്ല. കുറെ പേര് അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ നമ്മൾ എതിർക്കുന്നില്ല, അവര് ചെയ്യാനുള്ള അവർ ചെയ്തോട്ടെ. തീർച്ചയായിട്ടും. ഇപ്പൊ നാഷണൽ അവാർഡ് വരെ എത്തി നിൽക്കുകയാണ്. മലയാള സിനിമയിൽ കൈവയ്ക്കാൻ മേഖലകളില്ല. ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് സലീമേട്ടൻ? അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചതല്ല എനിക്ക് കിട്ടിയത്, അതിൻ്റെ ഇരട്ടിയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചുമ്മാ എന്തിനാണ് ആഗ്രഹിക്കണത്? ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകണം. എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ നമുക്കറിയില്ലല്ലോ. ഇന്ന് ഇങ്ങനെ വരുമെന്ന് മീരയും ഞാൻ ഇവിടെ തമ്മിൽ കണ്ടുകിട്ടുമെന്നുള്ളത് നമ്മൾ തമ്മിൽ തീരുമാനിച്ചിട്ടേ ഇല്ല. ഞാൻ എത്രയോ നാളായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് സലീമേട്ടൻ. നമുക്ക് വേണമെങ്കിൽ ഇരിക്കുമ്പോൾ കാണായിരുന്നു, ഇല്ലേ? എന്നിട്ട് നമ്മൾ കണ്ടില്ല. ഇല്ല. എന്നാലും ഒരു വില്ലൻ കഥാപാത്രം, ഭയങ്കര അറ്റ്മോസ്റ്റ് വില്ലനി, അതായത് പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള വില്ലനി സാധനങ്ങളൊക്കെ ചെയ്യണമെന്ന്. വില്ലൻ ടൈപ്പ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട് മമ്മൂക്കയുടെ പടത്തില്. ഏതായിരുന്നു? പക്ഷെ അത് ഭയങ്കര വില്ലൻ അല്ല. അങ്ങനെ ഒരു ഈ ലാൽ സാറിനോട് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കൂടെയാണ് കൂടുതൽ കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ലാൽ സാറിനോട് വളരെ കുറവാണ് ഞാൻ ചെയ്തത്. എന്നായിട്ടാ അത് അങ്ങനെ വന്നത്? അതിപ്പോ ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ, മനഃപൂർവ്വം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ അത് മനഃപൂർവ്വം ഒന്നുമല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു. ക്യാരക്ടർ വരണ്ടേ, അതൊരു പ്രശ്നങ്ങളാണ്. എന്റെ പ്രായത്തിനനുസരിച്ച് ക്യാരക്ടർ തന്നെ. മനസ്സിലായി. എന്നാലും സംവിധാനം ചെയ്തു സിനിമകൾ ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം. അപ്പൊ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്താണ്? ബീങ് എ സംവിധായകനിൽ നിന്നും പഠിച്ചൊരു പാഠം? ഞാൻ ഒന്നും പഠിച്ചില്ല, അതാണ് പ്രശ്നം. എന്തെങ്കിലും പഠിക്കായിരുന്നു. എനിക്ക് അങ്ങനെ പഠിക്കാനൊന്നുമില്ല. അതിലെന്തെങ്കിലും കുഴപ്പങ്ങളെ പറ്റി കാണും. അപ്പൊ അത് അത്രക്കാണ്. പക്ഷെ നഷ്ടമൊന്നും വന്നിട്ടില്ല പടം. നടന്മാരിങ്ങനെ സംവിധായകരാകുമ്പോഴത്തേക്ക് അത് ഈസിയാണോ പാടാണോ സലീമേട്ടാ? അങ്ങനെ ഈസിയും പാടൊന്നും അങ്ങനെ ഒന്നുമില്ല. ഒരാള് സംവിധായകനാകേണ്ട കഷ്ടപ്പാടുകൾ നടൻ സംവിധായകനാകുമ്പോഴുണ്ട്. ആണ്. പക്ഷെ നടനാണോ സംവിധായകനാണോ കമ്പാരിറ്റീവ്ലി ഈസിയർ ജോബ് ഏതാണ്? അത് നടന്റെ ജോബാണ്. മറ്റേത് അതെ, ആ കുറച്ച് ബുദ്ധിമുട്ടാണ്. Got it. എല്ലാം നോക്കി കാണണമല്ലോ. ഇപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ജേർണി, 54 വയസ്സായി നിന്ന് ഞങ്ങളോട് തുറന്നു പറഞ്ഞു സലീമേട്ടൻ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ നന്നായിരുന്നു എന്നിപ്പം തോന്നുന്നൊരു കാര്യമുണ്ടോ? നേരത്തെ അത് മാറ്റണമായിരുന്നു, കുറച്ച് മുമ്പേ അതെനിക്ക് ആകാമായിരുന്നു എന്ന് തോന്നിയൊരു കാര്യം എന്താണ്? ഒരു സ്വഭാവം? പുകവലി. അത് 2024 നമ്മൾ ആ തീരുമാനം എടുക്കാൻ നേരത്തെ വേണമെങ്കിൽ മാറ്റാമായിരുന്നു എന്ന് തോന്നുന്നത് എപ്പോഴും അത് തന്നെയാണ്. ഇപ്പോൾ നിർത്തിയാലും നാളെ തുടങ്ങിയാലും എന്തായാലും ശരി. ഇപ്പോഴും അറിയില്ല, അത് എന്നെ വലിച്ചുകൊണ്ട് പോകുന്ന സ്ഥലങ്ങൾ. എനിക്ക് വാങ്ങിച്ചു താ, എനിക്ക് വാങ്ങിച്ചു താ. ഒരു രാത്രി എന്നിട്ട് ഒരു വീഡിയോ നിന്ന് വൈഫിനോട്. എന്നാലും അത് ഭയങ്കര ഒരു മനധൈര്യം വേണ്ട കേട്ടോ. അതിൽ നിന്ന് ഇത്രയും വർഷത്തെ നല്ലൊരു കൂട്ടുകാരനെ പിരിയാന്ന് പറയുന്നത്. ഓയ്യോ, സമ്മതിച്ചു. കാരണം ഞാൻ തന്നെ, ഓ മൈ ഗോഡ്, അടിപൊളി.
ഇതുപോലെ വേറെ ഏതെങ്കിലും സലീമേട്ടന്റെ ഒരു ഇതുണ്ടോ, സ്വഭാവം ഉണ്ടോ, നമ്മൾ ഇതുവരെ അറിയാത്ത, പുറലോകം അറിയാത്ത സലീമേട്ടൻ? അങ്ങനെ ഏതെങ്കിലും ഒരു സ്വഭാവം? ഒരു സ്വഭാവമുണ്ട്, അത് അടുത്ത എപ്പിസോഡിൽ. എന്നാലും സലീമേട്ടൻ ഭയങ്കര ഭാഗ്യമുള്ള ഒരു നടനാന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദിലീപേട്ട സിനിമകളിലായാലും ഹിറ്റാവും സലീമേട്ട സിനിമയിൽ വന്നാൽ. അങ്ങനെ ഒരു ലക്കി ആക്ടറാണ് സലീമേട്ടൻ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നിനക്ക് എന്ത് വേണം പറയാൻ, അതിനെ കുറിച്ച് എന്താരോപണം ഉന്നയിക്കാം. അല്ല, സുരേഷ് ഗോപിയുടെ, നമ്മുടെ സുരേഷ് ഏട്ടനോടൊപ്പം എനിക്ക് തോന്നുന്നു ലാൽ സാറിനെ പോലെ കുറച്ച് ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ. വളരെ നല്ല ചിത്രങ്ങളാണ് ചെയ്തത്. എന്താട്ടോ അങ്ങനെ? സുരേഷ് ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. എന്നാലും മമ്മൂക്കയുടെ കൂടുതൽ കോമ്പിനേഷൻ മമ്മൂക്കയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതെ അതെ. സുരേഷ് ചേട്ടനൊക്കെ ഇടാളല്ലേ. എനിക്ക് ഇടിന്ന് എഴുതി കാണിച്ച ആ പ്രദേശത്ത് ഞാൻ പോകില്ല. അല്ല ഏട്ടാ, ഈ ആക്ഷൻ സീക്വൻസസ് ചെയ്തിട്ടില്ലേ? ഇല്ല. ഇല്ലല്ലേ? എന്താ ഏട്ടാ അങ്ങനെ? എനിക്ക് ഇഷ്ടമല്ലാത്ത തന്നെ. ആണോ? പേടിയാണോ? എനിക്ക് ഒരാളെ ഇടിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ഇടി കൊള്ളാൻ ഇഷ്ടമല്ല. ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു ടൈമിങ് തെറ്റി വല്ല ഇടി വല്ലതും കൊള്ളില്ല? ഇല്ല, ഞാൻ ഇടിക്ക് പോയിട്ടുണ്ടേ ടൈമിങ് തെറ്റാനായിട്ട്. ആണല്ലേ? ആ ഓക്കെ. പിന്നെ അടി പോലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൽപ്പന ചെയ്തത് അടിച്ചടികളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൽപ്പന ചേച്ചിയാ കോമഡി സീനില്ലേ അടിച്ച അടിയൊക്കെ എന്റെ കാരണം കുറ്റിക്കൊണ്ടിട്ടുണ്ട്. ആണല്ലേ? കടിച്ച അടിയെല്ലാം കാരണം കുറ്റിക്കൊണ്ടിട്ടുണ്ട് എല്ലാവരും. പറഞ്ഞ പോലെ ഞങ്ങളുടെ സലീമേട്ടൻ എന്ന് സ്വന്തം സലീമേട്ടൻ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിങ് എന്ന് സ്വന്തം സലീമേട്ടന് ഇവിടെ ഇതാ മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം സലീമേട്ടൻ എത്തിയ ഒരു വലിയ കൈയടി നൽകുകയാണ്. ഇനി ഹാർവിയോര ഞങ്ങളുടെ ഇന്നത്തെ ഒരു ക്ലൈൻസിൽ ഒന്നായിരുന്നു. അപ്പോൾ ഹാർവിയോരയുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് സലീമേട്ടന് ഞാനൊന്ന് നൽകാൻ പോവാണ്. ഹാർവിയോരേട്ട, ഇത് അഡീനിയം പ്ലാന്റ് ആണ്. വീട്ടിൽ വെച്ചാല് പോസിറ്റിവിറ്റി മാത്രമേ നിറയത്തുള്ളൂ, ഇങ്ങനെ എനർജി പരക്കും. ഇത് ഭയങ്കര ഒരു ബിലീഫിന്റെ ഒരു പ്ലാന്റ് കൂടിയാണ്. ഹാർവിയോരയാണ് ഇത് നൽകുന്നത്. ഇനി ഒരു സ്നേഹ സമ്മാനവുമായിട്ട് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ മുതലാളി എത്താൻ പോവാണ്, ഷാൽബിൻ വിനയൻ. ഷാൽബിൻ, ഞങ്ങളൊക്കെ സലീമേട്ടന്റെ ഭയങ്കര കട്ട ആരാധകരാണ്. ഞങ്ങളുടെ ഇതാണ് മൈൽ സ്റ്റോണിന്റെ ഷാൽബിനാണ്. എന്താണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് സ്വന്തം സലീമ. ഓക്കെ, താങ്ക് യു ഷാർവിൻ. ഇതെന്താണ് ലൈറ്റ് ആണത്? അല്ല, കൊളുത്തി ഇടാനായിട്ട് ഏട്ടാ. ഷാൽബിനോട് എന്താ പറയാനുള്ളത്? മൈൽ സ്റ്റോണിന്റെ ഉടമയാണ്. എന്തേലും പറയുന്നത് നോക്കിയാൽ മുഖത്ത് നോക്കിയിട്ട്. ചെറിയ പയ്യനാണ്, 25 വയസ്സേ ഉള്ളൂ. 25 വയസ്സിലും ചെറിയ പ്രായമാണ്. അപ്പോൾ തന്നെ ഒരു രംഗത്തെത്തി അതിൻ്റെ മുതലാളിയാവാൻ സാധിച്ചു. ഇനിയും ഇതിനേക്കാൾ വലിയ വലിയ ഉദ്യമങ്ങളിൽ ചെന്ന് വളരെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഷാൽവിൻ. താങ്ക് യു സോ മച്ച്. ഇതോടുകൂടി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് എന്ന സ്വന്തം സലീം കുമാർ, ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസർ ബെയ്റ്റ് ഹോംസ് ഫോർ പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം ആൻഡ് പവേർഡ് ബൈ ഹാർവിയോര, ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾ ഏറെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രിയ താരങ്ങളുമായിട്ട്, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ നല്ല കോണ്ടന്റുകളുമായിട്ട് we'll be back again and thank you so much for watching.